നമ്മളിപ്പോൾ നരബലി കോട്ട എന്ന് പറയുന്ന വലിയ കോട്ടയിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നട്ടുച്ചയാണ് എങ്കിൽ തന്നെ ഒരു എന്താ പറയുന്നത്, പ്രേതങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ആട്ടൊക്കെ ഉണ്ടല്ലോ, ഇലയൊക്കെ വളരെ ശാന്തമായിട്ട് നിൽക്കുന്നു, ഒരു മുല്ലപ്പൂവിൻ്റെ മണം, പാലപ്പൂവിൻ്റെ മണം എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് സ്ഥലം. ഇനി അങ്ങോട്ട് പേടിപ്പെടുന്ന അന്തരീക്ഷമാണ്. അപ്പോൾ ഈ പ്രേതത്തെ പേടിച്ച് ചുറ്റുവട്ടത്തുള്ള മതിലൊക്കെ ഉണ്ടോ എല്ലാം ഹൈറ്റ് പൊക്കിയേക്കുവാണ്. അപ്പം പുറത്തങ്ങ് ആരും കാണുന്നില്ല. പട്ടാപ്പകൽ പോലും ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സമയത്ത് ദേ നമ്മളെ സഹായിക്കാൻ വേണ്ടി കക്ഷി വന്നിട്ടുണ്ട്. ഒന്ന് കാര്യം ചോദിച്ചോട്ടെ, ശല്യമാവോ? ഇല്ല, ചോദിച്ചോ. അപ്പം പുള്ളി എന്തോ വലിയ തിരക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ കൂടെ നിന്ന ഒരു കക്ഷിയാണ്. അപ്പം ഈ പകൽ പോലും ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരാറില്ല. ദൂരെയൊക്കെ ഉള്ളവർ ഇങ്ങോട്ടൊക്കെ ഇത് കാണാനും എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്ന ഉള്ളത്. ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയില്ലേ? ഇതാണ് നമ്മുടെ ഇത് തിരുമു കേന്ദ്രം. ആരുടെ തിരുമു കേന്ദ്രം? ഭഗത് സിംഗിന്റെ തിരുമു കേന്ദ്രം. കയർ തൂങ്ങി കിടക്കുന്നുണ്ടോ? ഇതിനെ തൊടുന്നതിന് പ്രശ്നം കേട്ടോ. കയറിങ്ങനെ തൂങ്ങി കിടക്കുന്നത് ഇതുവഴി തൂങ്ങി ആടിക്കൊണ്ടാണ് ഭഗത് സിംഗ് ഇങ്ങനെ പിന്നെ ആൾക്കാരെയൊക്കെ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത് അല്ലേ? ഇതിനകത്ത് കുറച്ചുകൂടി വ്യക്തതയായിട്ട് കാണാം ഇല്ലേ? ഇവിടെയാണ് അത് പൊടിയൊക്കെ പിടിച്ച് കിടക്കുവാണ് കേട്ടോ. ഭഗത് സിംഗൊക്കെ സുഖമായിട്ട് ആറുമാർച്ച് കിടന്ന കട്ടിലാണ് ആ കാണുന്നത് നമ്മുടെ മുമ്പിൽ. അപ്പുറത്ത് ഉഷ ചേച്ചി കിടക്കും, ഇപ്പുറത്ത് ഭഗത് സിംഗ് കിടക്കും, തറയിൽ ലൈല കിടക്കും. അങ്ങനെ ചേച്ചിയും ഭഗത് സിംഗ് ആറുമാർച്ച് ജീവിച്ച് കിടന്ന ആ മുറിയാണിത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പം പ്രേതങ്ങൾ മാത്രമാണ് ഈ താമസിക്കുന്നത്. ഇനി അടുത്ത കാഴ്ചയിലേക്ക് പോവാം. ഇത് ഇവിടെ കണ്ടാണ് അവര് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നത്. എവിടെയാണ് കുഴിച്ചിട്ട സ്ഥലമാണ്? കുഴിച്ചിട്ടേക്കുന്ന ഇവിടെ അപ്പുറമാണ് കാണിച്ചത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഉഷ ഇതുവഴിയൊക്കെ വ്യൂ ആണ്. അതുകൊണ്ട് അവരുടെ ഡ്രസ്സും കിടക്കുന്നത്. ഇതാണ് അവരുടെ ഡ്രസ്സ് കണ്ടോ? ആ ഡ്രസ്സൊക്കെ അതുപോലെ തന്നെ കിടക്കുകയാണ്, യാതൊരു മാറ്റവുമില്ല. അന്ന് ഇവർ ധരിച്ചിരുന്ന ഡ്രസ്സൊക്കെ അതുപോലെ തന്നെ അശയെ കിടക്കുകയാണ്. ഇപ്പോഴും മണമുണ്ട്, പഴയ മണമുണ്ട്. ഇവിടെ എന്തോ ഉള്ളത്? ഇതതിൻ്റെ മരുന്നൊക്കെ മരുന്ന് ഇടിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കുടിച്ചിട്ട സ്ഥലം ഇവിടെ അല്ലേ? അല്ലല്ല, അപ്പുറത്തൂടെ വരുന്നുണ്ട്. അവിടെയാണ് കുടിച്ചിട്ടിരുന്നത്. ഒരു ബോഡി ആദ്യം അവിടെ കുടിച്ചിട്ടുന്ന ആരെയാ? എവിടെ? അവിടെ പത്മത്തെ കുടിച്ചിട്ട സ്ഥലമാണ് ആ കാണുന്നത്. ഇവിടെ കാട് മൂടി ഭയങ്കര അപ്പുറത്തൂടെ വരാം. അതാ നല്ല കുറച്ചുകൂടെ വ്യക്തമുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മുടെ വഴികാട്ടിയായ സുഹൃത്ത് പറയുന്നത് കുറച്ചും കൂടെ വ്യക്തതയായിട്ട് നമുക്ക് അപ്പുറം വഴി വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴും കുരിശായിട്ട് നിൽക്കുന്നുണ്ടല്ലോ റെയിൽവേ. നമ്മുടെ ഇത് അടുക്കളയാണ്. ഇത് അവരുടെ അടുക്കളയാണ്. എഞ്ചിന്റെ ഭാഗത്ത് കണ്ടല്ലോ, നമ്മൾ ലാസ്റ്റ് സംഭവത്തിൽ എഞ്ചിന്റെ ഭാഗത്തൊക്കെ ഒരു കുരിശ് ചിഹ്നം കാണുമല്ലോ, അതുപോലെ കാണുന്ന ഒരു കുരിശാണ്. ഇങ്ങോട്ട് പിന്നെ ആരും കയറ്റി വിട്ടിട്ടില്ല. ഇവിടെ എല്ലാം പ്രേതങ്ങളുടെ വിഹാര കേന്ദ്രമാണ്. ഇവിടെ പത്മയും റോസിലും നമ്മളെ ഇങ്ങനെ നോക്കുവാണ്, ഉണ്ട കണ്ണു വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരെയും ഈ വീട്ടിൽ വെച്ചാണ് കൊന്നിരിക്കുന്നത്. അങ്ങനെ പത്മയുടെ തല ഇതുവഴി കാണാൻ പറ്റും, റോസിലിൻ്റെ ഇതുവഴി കാണാൻ പറ്റും. രണ്ടുപേരും നമ്മളിങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തിറങ്ങാനൊക്കത്തില്ലല്ലോ, ഇവിടെ ആത്മാക്കൾ അവിടെ വെച്ച് തന്നെ അവസാനിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെ ഗതി കിട്ടാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നു എന്നാണ് ഈ നാട്ടുകാരുടെയൊക്കെ സങ്കല്പം. അപ്പോഴേ ചുരുക്കം പറയാനേ, ഇവിടെ ഇപ്പോഴും പല ആൾക്കാരും വീടൊക്കെ വിറ്റ് പോവുകയാണ് അല്ലേ? ആരും നിൽക്കുന്നില്ല. ഇല്ല, അടുത്തടുത്തേ ഉള്ളൂ, അല്ലാത്തടത്തൊന്നും വലിയ പ്രശ്നമില്ല. അടുത്തുള്ള വീടുകളൊക്കെ പോയല്ലേ? അടുത്തുള്ള പ്രായമായ വീടുകളൊക്കെ ഇവിടെയാണ്. ഇതുകൊണ്ടാണോ ആ കുഴിയാണ്, ഈ കുഴിയിലാണ് കുഴിച്ചിട്ടല്ലേ? ഇത് കുഴിയൊക്കെ മൂടി വല്ലാത്തൊരു അവസ്ഥയിലായല്ലോ. അതാണ്ട് ഇതാണൊരു കുഴി അല്ലേ? ഇതാണ് തമിഴ്നാട് സ്വദേശി. പത്മത്തെ രണ്ടാമത് കുഴിച്ചിട്ടതാണ് ഇവരെ ഇവിടെ. ഇതാണ് ആദ്യം എടുക്കുന്നത്. പത്മത്തെ കുഴിച്ചിട്ട കുഴി അതുപോലെ തന്നെ കിടക്കുകയാണ്. ഈ കുഴിയിലാണ് പീസായിട്ട് 10-24 പീസായിട്ട് മുളകും ഉപ്പും അതുപോലുള്ള സാധനങ്ങളൊക്കെ പുരട്ടിയിട്ട് ഇവിടെ കൊണ്ട് ബക്കറ്റിൽ കൊണ്ടിട്ടല്ലേ? എന്തായാലും കൊള്ളാം. ഈ അതിനുശേഷമാണ് ഈ മതിലൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയേക്കുന്നത്. അത് ഒന്നിച്ചടക്കുമായിരുന്നു, വന്ന് ഇങ്ങനെ ഒന്നിച്ചായിരുന്നു. അപ്പൊ ഇത് ഈ വസ്തു കൊണ്ട് യാതൊരു ബന്ധവും വേണ്ട എന്നുള്ള രീതിയിലാണ് ഒഴിവാക്കി അപ്പുറത്ത് താമസക്കാർ മാറി അല്ലേ? അവിടെ ഒരു തോട്, ആ തോട്ടിലാണ് ആ സർജിക്കൽ ബ്ലേഡും എല്ലാം കൊണ്ടിട്ടത്. പോലീസ് അവിടെ നിന്നാണ് കണ്ടത്. ഇതിപ്പോ കാണാൻ വേണ്ടി ഇങ്ങനെയുള്ള ക്രൈമും ഇങ്ങനെയുള്ള പ്രേതത്തെയും പിശാചിനെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വന്ന് കാണുന്നുണ്ട്. ഒരുപാട് ദൂരത്തൊക്കെ വരുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ നിന്നും. പരീക്ഷണ സ്ഥലമാണ്. ഈ പ്രേതം ഉണ്ടോ, അതിനുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് വിദ്യാർത്ഥികളും അങ്ങനെയുള്ള ഈ യുക്തിവാദികളൊക്കെ വന്ന് കാണുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരൊക്കെ അല്ലേ? രഹസ്യങ്ങളായിട്ട് ഒറ്റയ്ക്ക് വെല്ലുവിളി ഏറ്റെടുത്തൊക്കെ ഓരോരുത്തർ വരുന്നുണ്ടല്ലേ? അപ്പൊ ഇതിപ്പം വില പകുതിയുടെ പകുതി കുറഞ്ഞേക്കുവാ. ഇപ്പൊ വെളിയിൽ നിന്ന് ആൾക്കാരൊന്നും മേടിക്കും ഇതിപ്പോ? എങ്ങനെ ആരും വാങ്ങിക്കത്തില്ല. ഇതേപ്പറ്റി അറിയാവുന്നവരാരും ഒരു ബാഡ് നെഗറ്റീവ് ഒരു എനർജി ഉള്ള സ്ഥലം എന്ന നിലയിൽ അവരാരും വാങ്ങിക്കാനൊന്നും വരത്തില്ല എന്ന് തോന്നുന്നു. അപ്പൊ ജീവൻ കൊണ്ട് ആൾക്കാർ വലിയ വിടുന്നല്ലേ? അപ്പൊ നമ്മുടെ പത്മത്തെ റോസിലിനെ കുറിച്ചിട്ട കുഴി എവിടാ? അവിടെയാണോ? ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പാമ്പുകളെ കാണുമല്ലോ ഇപ്പം ഇല്ലേ? പാമ്പുകളെ കാണത്തില്ലേ? എവിടെ? ആ കുഴിയല്ലേ? അയ്യോ, റോസിലിനെ കുഴിച്ചിട്ട കുഴിയാണ് ഈ കാണുന്നത്. അത് വലിയ കുഴിയാണല്ലോ ഇത്. എൻ്റെ പൊന്നു, ആ കുഴി അതുപോലെ തന്നെ കിടക്കും കേട്ടോ.
സോ ഇത് എങ്ങനെ ഇത്ര നല്ല ആഴത്തിലെ കുഴി എടുത്തേക്കുന്നത് അല്ലേ? ഇതിനകത്താണ് ഒന്ന് ആലോചിക്കും, ഈ കുഴിയിലും മൃതദേഹം ഇങ്ങനെ കിടക്കുമ്പോഴും അകത്ത് ചാപ്പാടും സുഖനിദ്രയുമായിട്ട് ആൾക്കാർ കിടന്ന് ഉറങ്ങും അല്ലേ? ഇത് പുറത്ത് ശവങ്ങൾ ഇങ്ങനെ അഴുകി തുടങ്ങുമ്പോഴും ഇതിന്റെ പുറത്ത് ഇതൊരു നനയ്ക്കുന്ന കല്ല, ഇതിന്റെ പുറത്തൊക്കെ മുറിക്കുന്നത്, ഇതിന്റെ പുറത്തിട്ട് മുറിച്ചെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആളെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി കുഴി അടുപ്പിച്ചു, വേസ്റ്റ് കുഴിയാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ രാത്രി അവർ കൊണ്ട് ഫില്ല് ചെയ്തു. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ എന്തായാലും കുറെ ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരെല്ലാം നല്ല പേടി തന്നെയുണ്ട് ഈ ഭാഗത്തൊക്കെ. അത് അരിങ്കൊല നടക്കുക, മനുഷ്യനെ വെറുതെ കുത്തി കൊല്ലുവല്ലോ ചെയ്തേ. ഇത് പീസാക്കി പക്ഷെ മൃഗീയമായിട്ട് ഇത്രയും ഒരു കൊലപാതകം നടന്നു അറിയുമ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പരിസരവാസികൾക്കായാലും പിന്നെ ഇപ്പൊ രാത്രിയാ ഇതൊന്നും കാണണ്ട എന്ന് വിചാരിച്ച് തന്നെയായിരിക്കും അത്ര പൊക്കിയാക്കുന്നത് അല്ലേ? ഇവർക്കോട്ട് ഇങ്ങോട്ടൊന്നും വേണ്ട, ഒരു ദൃഷ്ടി പോലും വേണ്ടെന്നാണ് ആൾക്കാർക്ക്. ഇങ്ങോട്ടും വേണ്ട ദോഷം ഈ ഒരു ഏരിയയുമായിട്ട് വെളിയിലോട്ടും അകത്തോട്ടും ഒരു ബന്ധവും വേണ്ട, അത്രയാണ് അവരൊക്കെ ഇപ്പൊ കരുതുന്നത്. നമ്മൾ ഇതൊരു വെല്ലുവിളിയായിട്ടാണ് ഇതിന്റെ അകത്ത് കയറിയേക്കുന്നത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു പൈസ ഒരു നെഗറ്റീവ് എനർജി ബാഡ് ഉണ്ട് ഉണ്ടല്ലേ? ഇപ്പൊ തന്നെ ഒരു ബാഡ് എനർജി ഉണ്ട്. നേരത്തെ വന്നപ്പോൾ നല്ല പ്രസന്റ് ആയിട്ട് വന്നത് അവരെ ഒരു അലർച്ചയും അവരുടെ ലാസ്റ്റിലത്തെ ആ മൊമെന്റും ഒക്കെ നോർത്തെ അവരെ വായി കുത്തി കയറ്റിയിട്ട് ഓരോന്നും ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഫീലിംഗ് നമ്മുടെ ഒരു സെയിം ശരീരവും അല്ലേ അവർക്കും. അപ്പൊ അവർക്കുണ്ടായ പെയിൻ നമുക്ക് തന്നെ ഒരു കുത്തും എന്തൊരു വേദന. അപ്പൊ അവരെന്തോരം വേദന അനുഭവിച്ചായി മരിച്ചു. ഈ മുറികളിൽ എന്തായാലും ഒരു സമയം കഴിയുമ്പോൾ അട്ടകാസവും അലർച്ചയും കേൾക്കും എന്തായാലും അല്ലേ? ചെവി ഓർത്ത് പിടിക്കുവാണെങ്കിൽ വല്ലാത്ത ആ പടച്ചിലും വെപ്പറോളം കേൾക്കുമെന്നാണ്. എന്ത് പേരെന്ന് പറഞ്ഞേ? ഫെബിൻ പറയുന്നത്. ഫെബിൻ കള്ളം പറയത്തില്ല. പല രാത്രി കേട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. ഞാൻ കേട്ടു. ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ അവസാനം ഇവർ രണ്ടിനും കൊന്നല്ലോ, പത്മത്തെയും കൊന്നു, റോസലിനെയും കൊന്നതിന് ശേഷം ഇവരുടെ രക്തം ആ പാറയിലൊഴുക്കി ദൈവത്തിന് പ്രീതി കൊടുത്തു എന്ന് പറയുന്ന ആ കാവിൻ്റെ അവസ്ഥയാണ്. കാവൊക്കെ ഇപ്പം വള്ളികളൊക്കെ മൂടി പേടിപ്പെടുന്ന അന്തരീക്ഷത്തോട് മാറിക്കഴിഞ്ഞു അല്ലേ? ആ കാവ് എവിടെയാണ്? കാവ് അവിടെ. നമുക്ക് അതിന് അങ്ങോട്ട് പോകാം. അവിടെയാണ് മറ്റേ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയാണ് ഇത് ഇത്രയും നാൾ ഈ തൊട്ടടുത്ത് ഈ വീടുണ്ടായിട്ട് പോലും ഇവരൊന്നും അറിയുന്നില്ല അല്ലേ? ഇല്ലില്ല. ഇവിടെ നടക്കുന്ന കാര്യമൊന്നും ഒരാളും അറിയുന്നില്ല. അവർ ബൈറ്റ് കേടാ ഇവിടെ തട്ടുമുട്ടൊക്കെ കേൾക്കാം. അവരടുത്ത് ഈ മച്ചില്ലേ അകത്തൊരു തട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലിവെല്ലാം ഉണ്ടായിട്ട് രാത്രി ഇട്ട് ഓടിക്കുന്ന ആ ഒരു അതുകൊണ്ട് അവരാരും ശ്രദ്ധിച്ചില്ല. ഇവിടെ ഇട്ട് വെട്ടുമായിരുന്നു. ഭയങ്കര ഭീകര കാഴ്ചയാണ്. എന്തായാലും പറയാതിരിക്കും തരവില്ല. ഇതാണ് അവരുടെ കാവ്. അപ്പോൾ ഈ കാവിൻ്റെ അവസ്ഥ ഇത് കണ്ടോ? ഈ കാവിനകത്ത് ഈ കല്ലിലാണ് കൊണ്ട് രക്തമൊക്കെ ഭഗത് സിംഗ് കൊണ്ട് ഒഴുക്കുന്നത്. ദൈവമേ കാത്തി രക്ഷിക്കണമെന്നും പറഞ്ഞ് പത്മയുടെയും റോസിലിൻ്റെയൊക്കെ രക്തമൊക്കെ ഒഴുക്കിയ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇന്ന് ഇതാണ്. ഭീകരമാണ്. വള്ളിച്ചെടികളും മുൾപടർപ്പുകളൊക്കെ ചൂടി വല്ലാത്തൊരു ഭീകരതയുള്ള സ്ഥലമാണ് അല്ലേ? ഏത് ദൈവത്തിനാണോ മനുഷ്യരക്തം വേണ്ടത്? അതായത് ഒഴുക്കിയ ഇതാണ്. ഈ കല്ലിലൊക്കെയാണ് പത്മത്തിൻ്റെ റോസിലിൻ്റെയൊക്കെ രക്തമൊക്കെ ഒഴുക്കിയത്. വല്ലാത്തൊരു സംഭവമായിരിക്കും അല്ലേ? ഇന്നും ഈ പറയുന്ന പോലെ ആൾക്കാർ പേടിയോടെയാണ് കാണുന്നത്. എലന്തൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വെളിയിൽ ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ ആ ഒരു ഇവിടെ വീട് തൊട്ടടുത്തല്ല, നമ്മുടെ വീട് അപ്പുറത്താണ്. തൊട്ടടുത്ത് ഇദ്ദേഹത്തിന്റെ വീട് തൊട്ടടുത്താണ്. എങ്കിൽ തന്നെ ഇദ്ദേഹം പോലും വല്ലപ്പോഴും ഇത് വരത്തുള്ളൂ. ആൾക്കാരൊക്കെ ഒരുപാട് വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട് ഇഷ്ടംപോലെ വരുന്നത്. ഇത് കാണാൻ വേണ്ടി പ്രേതകോട്ട കാണാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവിടുത്തുകാർക്ക് ഇവിടെ താമസിക്കാൻ താല്പര്യമില്ല. താമസിക്കാൻ അടുത്ത നെയ്ബേഴ്സിനൊക്കെ ഇവിടെ ഇപ്പം ഇതൊരു ആ ഒരു കാഴ്ചപ്പാടിലാണ് കാണുന്നത്. ഇവിടുത്തെ ആൾക്കാരെല്ലാം ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് പേരുടെ പേരിലാണല്ലോ അല്ലെങ്കിലും എല്ലാവരും ഇപ്പോൾ ഡോക്ടർക്ക് ഒരു കയ്യബദ്ധം പറ്റിയ എല്ലാ ഡോക്ടേഴ്സിനും പറയുന്ന പോലെ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഇവിടെ. എത്രയും പെട്ടെന്ന് ഇനി ഇവിടെ ജീവിക്കേണ്ട പ്രേതമുള്ള ഈ ബംഗ്ലാവിൽ നിന്ന് ഈ സ്ഥലത്തിൽ നിന്ന് മാറണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞ് ഇവിടെ സ്ഥലം നേരത്തെ 1 ലക്ഷം രൂപ ഉള്ള സ്ഥലത്തിന് ഇപ്പോൾ 1000 രൂപയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വിശേഷങ്ങൾ ഇപ്പോഴും ഈ ഇലന്തൂര് ഈ നരബലി കോട്ടയിലുണ്ട്. ഇപ്പോഴും ഒരുപാട് പേടിപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇലന്തൂരിലെ ഈ നരബലി കോട്ടയിൽ നിന്നും ഞാൻ വിട ചൊല്ലുകയാണ്. ഒരുപാട് പേടിപ്പെടുത്തുന്ന കാഴ്ചകളും ഒക്കെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറുകയാണിത്. എന്ത് ടൂറിസ്റ്റ് കേന്ദ്രം? പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളുടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ഇനി മറ്റാരും അറിയാത്ത മറ്റൊരു കഥയുടെ അറിയാ കഥയുമായി വീണ്ടും ഞാനെത്തും. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും